ദുവാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു നൂഡിൽസാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പം അധികം സ്പൈസി അല്ലാതെ പെപ്പറൊന്നും ഇടാത്ത ഒരു സിമ്പിളായിട്ടുള്ളൊരു നൂഡിൽസ്. ഇത് ഞാൻ സോയ ചേർത്താണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബീഫോ ചിക്കനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ വേവിച്ചിട്ട് ഫ്രൈ ചെയ്ത് ചേർക്കാം. പക്ഷേ എൻ്റെ മോൾക്ക് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ സോയയാണ് ചേർക്കുന്നത്. ഞാൻ സോയയും ഗ്രീൻ പീസും എല്ലാം നേരത്തെ തന്നെ 3 hours വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തു. അതിനുശേഷം ക്യാരറ്റ്, ഇതുപോലെ ക്യാരറ്റ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വയ്ക്കുക. ഒരു പാത്രത്തിൽ വെള്ളം, ഉപ്പ്, അതുപോലെ ഇപ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഗ്രീൻ പീസും അതുപോലെ തന്നെ സോയയും ക്യാരറ്റും എല്ലാം ചേർക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഒരു വിസിൽ കേൾപ്പിക്കുക. ഞാൻ എഗ്ഗ് ഇതിൽ ചേർക്കുന്നുണ്ട്. ബോയിൽ ചെയ്താണ് ചേർക്കുന്നത്. എൻ്റെ മോൾക്ക് ഇതാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചേർക്കാം. നെക്സ്റ്റ് നമുക്ക് സോയ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ മുളക് പൊടിയും ആവശ്യത്തിന് മതി പെരുംജീരകവും ഉപ്പും, എന്നിട്ട് നമ്മൾ ആ പേസ്റ്റിനകത്ത് വേവിച്ച സോയ ഇതുപോലെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരുപാട് നേരം വെക്കുകയൊന്നും വേണ്ട, നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ചിക്കൻ പോലെ നന്നായിട്ട് വരും. ഇത് ഓൾറെഡി സോക്ക് ചെയ്തതും അതുപോലെ തന്നെ വേവിച്ചയും സോയ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. കാരണം ഇച്ചിരി മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അത് കുറച്ച് നേരം ഇങ്ങനെ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്താൽ മതിയാവും. നല്ല ടേസ്റ്റിയാണ്. നൂഡിൽസിന് സോയ ഉണ്ടായതായിട്ടേ പറയില്ല, നമ്മൾ ബീഫ് കഴിക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ മാഗി അങ്ങനത്തുള്ള ഇത് ചെയ്യുമ്പോഴത്തേക്കും സോയ നിങ്ങൾ ചേർക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ ഓവറായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല, കാരണം എന്ന് വെച്ചാൽ അതും കുട്ടികൾക്ക് അധികം ഇഷ്ടമാവില്ല. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് മാത്രം ചേർക്കാം. മാഗി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും മേടിക്കുക. എന്നിട്ട് ഇതുപോലെ തിളപ്പിച്ച വെള്ളത്തിനകത്ത് ഇട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന എല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പം എരിവ് വേണ്ടവർക്ക് എരിവ് കുറച്ചധികം ചേർക്കാം, കുരുമുളകൊക്കെ ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്